അപ്പോൾ പേയ്മെന്റ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല രീതിയിലുള്ള പേയ്മെന്റ് ഗേറ്റ്വേസും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഷോപ്പിഫൈ കൂടെ ഒരു പേയ്മെന്റ് റിസീവ് ചെയ്യണമെങ്കിൽ നമുക്കൊരു പേയ്മെന്റ് ഗേറ്റ്വേ അത്യാവശ്യമാണ്. പേയ്മെന്റ് ഗേറ്റ്വേ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇന്ത്യയിൽ പേയ്മെന്റ് നമുക്ക് റിസീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഷോപ്പിഫൈയിൽ നോക്കിക്കഴിഞ്ഞാൽ പേയ്പാൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അത് ആക്ച്വലി ഇന്ത്യയിൽ അവൈലബിൾ അല്ല. നിങ്ങളത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുവഴി എമൗണ്ട് റിസീവ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇന്ത്യയിൽ നിങ്ങൾക്ക് ഏതൊക്കെ പേയ്മെന്റ് ഗേറ്റ്വേസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഏതൊക്കെ പേയ്മെന്റ് ഗേറ്റ്വേ ഈസിയാണ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ മെയിൻലി നമുക്ക് ഷോപ്പിഫൈ പേയ്മെന്റ് ഗേറ്റ്വേസ് നമുക്ക് ഇന്ത്യയിൽ നോക്കുന്ന സമയത്ത് കുറേ പേയ്മെന്റ് ഗേറ്റ്വേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതാണ് കുറച്ചുകൂടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന പേയ്മെന്റ് ഗേറ്റ്വേയും കാര്യങ്ങളൊക്കെ ഇതാണ്. ഇനി ഇഷ്ടംപോലെ പേയ്മെന്റ് ഗേറ്റ്വേസ് ഉണ്ട്. പക്ഷെ അതെല്ലാം നമ്മുടെ ചൈന കമ്പനീസ് ഉണ്ട്, US കമ്പനീസ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് ട്രാൻസാക്ഷൻ ഫീസും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു 5 ഞാൻ എടുത്തിരിക്കുന്നത്. റൈസർ പേ, ക്യാഷ് ഫ്രീ പേയ്മെന്റ്സ്, പേയു ഇന്ത്യ, പേയ്മെന്റ് ഗേറ്റ്വേ, ഫോൺ പേ എന്നുള്ളത്. അപ്പോൾ ഇതിൽ റൈസർ പേ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനി ഡീറ്റെയിൽസിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് പേയ്മെന്റ് ഗേറ്റ്വേസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും. ഇതിലും എല്ലാ പേയ്മെന്റ് ഗേറ്റ്വേസിലും KYC വെരിഫിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ റൈസർ പേയിലാണെങ്കിൽ നമുക്ക് എന്താണ് പാൻ കാർഡും അതുപോലെ നമ്മുടെ ആധാർ കാർഡും പിന്നെ എന്താണ് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അക്കൗണ്ട് എടുക്കാനായിട്ട് പറ്റും. പിന്നെ റൈസർ പേയുടെ ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് KYC രജിസ്റ്റേർഡ് ആയിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 200 രൂപ അവർ മേടിക്കും. ഇപ്പോൾ നിങ്ങൾ റൈസർ പേ ട്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്താ വേറെ പേയ്മെന്റ് ഗേറ്റ്വേസ് ട്രൈ ചെയ്ത് നോക്കുക. അത് റെഡി ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, റൈസർ പേ എടുക്കുക. നെക്സ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ക്യാഷ് ഫ്രീ പേയ്മെന്റ്സ് ആണ്. ക്യാഷ് ഫ്രീ പേയ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം പ്രോസസ്സ് തന്നെയാണ്. നമുക്ക് പാൻ കാർഡും അതുപോലെ നമുക്ക് ആധാർ കാർഡും നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്യാഷ് ഫ്രീ പേയ്മെന്റ്സ് എടുക്കാനായിട്ട് പറ്റും. പക്ഷേ ക്യാഷ് ഫ്രീ പേയ്മെന്റ്സിന്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആധാർ കാർഡിലെയും അല്ലെങ്കിൽ നമ്മുടെ പാൻ കാർഡിലെയും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെയും നെയിമിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പേയ്മെന്റ് ഗേറ്റ്വേ എടുക്കാനായിട്ട് പറ്റില്ല. അതുപോലെ ചിലപ്പോൾ സെയിം ആണെങ്കിൽ പോലും ചില സമയത്ത് എററും കാര്യങ്ങളും കാണിക്കാറുണ്ട്. പക്ഷെ നല്ലൊരു പേയ്മെന്റ് ഗേറ്റ്വേ തന്നെയാണ് ക്യാഷ് ഫ്രീ എന്ന് പറയുന്നത്. ട്രാൻസാക്ഷനിലോ കാര്യങ്ങളിലോ ഒരു പ്രശ്നമൊന്നുമില്ല. റൈസർ പേ അത്യാവശ്യം നല്ലത് തന്നെയാണ്. നമുക്ക് ട്രാൻസാക്ഷനിലോ ഒന്നും ഒരു പ്രോബ്ലം ഇല്ല. ക്യാഷ് ഫ്രീ പേയ്മെന്റ്സിൽ പ്രത്യേകം അങ്ങനെ പേയ്മെന്റും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ പേയു ഇന്ത്യയാണ്. പേയു ഇന്ത്യയിലും സെയിം പ്രോസസ് തന്നെയാണ്. നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിൽ പേയ്മെന്റ് ഗേറ്റ്വേ എടുക്കാനായിട്ട് പറ്റും. അതിലും KYC വെരിഫിക്കേഷനും കാര്യങ്ങളുണ്ട്. സെയിം പ്രോസസ് തന്നെയാണ്. നമുക്ക് പാൻ കാർഡും ബാങ്ക് ഡീറ്റെയിൽസും ഉണ്ടെങ്കിൽ എന്താ പറ്റും, നമുക്ക് പേയ്മെന്റ് ഗേറ്റ്വേ എടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പേടിഎമ്മിന്റെ പേയ്മെന്റ് ഗേറ്റ്വേ ആണ്. പക്ഷേ പേടിഎമ്മിന്റെ ഗേറ്റ്വേ ഇപ്പം ഷോപ്പിഫൈ ആയിട്ട് ഇന്റഗ്രേറ്റഡ് അല്ല. പക്ഷെ അത് വരുമെന്നാണ് പറയുന്നത്. മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇന്റഗ്രേറ്റഡ് അല്ല. പിന്നീട് ഷോപ്പിഫൈ പേടിഎം ആയിട്ട് ഇന്റഗ്രേറ്റ് ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റായിട്ട് നമുക്ക് അറിയില്ല. പേടിഎമ്മിൽ മുമ്പ് സെയിം പ്രോസസ് തന്നെയാണ്. നമുക്ക് കമ്പനി ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ഇൻഡിവിജ്വൽ ഡീറ്റെയിൽസ് വെച്ചിട്ട് തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റുമായിരുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫോൺ പേ ആണ്. ഫോൺ പേയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്പനി ഡീറ്റെയിൽസ് വേണം. പക്ഷെ ഇത്രയും എണ്ണത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതിൽ ബെസ്റ്റ് ആയിട്ടുള്ളത് ഫോൺ പേ ആണ്. ഫോൺ പേയിൽ നല്ല രീതിയിലുള്ള കസ്റ്റമർ സർവീസും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഫോൺ പേയിൽ ചാർജ് നമ്മുടെ ട്രാൻസാക്ഷൻ ഫീസ് എല്ലാത്തിലും 2% തന്നെയാണ്. ഫോൺ പേയിൽ പിന്നെ കമ്പനി ഡീറ്റെയിൽസിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ GST ഉണ്ടെങ്കിൽ GST കൊടുക്കാം. പക്ഷേ GST ഫയൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഡയറക്റ്റ് അല്ലാതെ ഫയൽ ചെയ്യുന്നെങ്കിൽ ഫയൽ ചെയ്താൽ മതി. അല്ലാതെ ഫോൺ പേയിൽ ട്രാൻസാക്ഷൻ്റെ പേരിൽ തന്നെ ഫയൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ GST നമ്മൾ അതിൽ GSTയുടെ സർട്ടിഫിക്കറ്റ് വെച്ചെടുക്കാം, അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് സർട്ടിഫിക്കറ്റ്, GST കറണ്ട് അക്കൗണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്താ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ നമ്മുടെ GST, അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട്, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ നമ്മുടെ ബിസിനസിന്റെ ക്യാൻസൽഡ് ചെക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ 6 മാസ സ്റ്റേറ്റ്മെന്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫോൺ പേയിൽ പേയ്മെന്റ് ഗേറ്റ്വേ എടുക്കാനായിട്ട് പറ്റും. അത് നമ്മുടെ സ്റ്റോറിന്റെ പേയ്മെന്റ്, സ്റ്റോറിന്റെ നെയിമിലുള്ള കമ്പനി തന്നെ വേണമെന്നില്ല. ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ വാപ്പാടെ ചെറിയ ഷോപ്പിന്റെ പേരിലാണ് ഈ ഫോൺ പേ പേയ്മെന്റ് ഗേറ്റ്വേ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നല്ലൊരു പേയ്മെന്റ് ഗേറ്റ്വേ തന്നെയാണ്. നിങ്ങൾ ആദ്യം ഇതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ക്യാഷ് ഫ്രീ പേയ്മെന്റ്സ് ആദ്യം എടുത്ത് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അത് കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഇതിൽ. കാരണം ഇതിൽ ഇനിഷ്യൽ പേയ്മെന്റ്സോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നെക്സ്റ്റ് നിങ്ങൾ എന്താ പേയു ഇന്ത്യ നോക്കി നോക്കിയാൽ, പേയു ഇന്ത്യയും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ റൈസർ പേ എടുക്കുക. ചിലപ്പോൾ റിജക്ട് ചെയ്യും. ഇപ്പോൾ റൈസർ പേ എടുക്കുമ്പോൾ നിങ്ങൾ 200 റുപ്പീസ് പേ ചെയ്യേണ്ടി വരും. പേ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിനകത്ത് ഗേറ്റ്വേ നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അതും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, ആരെങ്കിലും ഷോപ്പ് ഡീറ്റെയിൽസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഫോൺ പേ പേയ്മെന്റ് ഗേറ്റ്വേ എടുക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾക്ക് അവർ അപ്രൂവ് ചെയ്ത് തരണമെന്നില്ല. ചിലവർക്ക് അപ്രൂവ് ചെയ്യും, ചിലവർക്ക് അപ്രൂവ് ചെയ്യത്തില്ല. അപ്പോൾ ക്യാഷ് ഫ്രീ പേയ്മെന്റ്സിൽ നമ്മൾ എന്താണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയരുത്. ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഉറപ്പായും റിജക്ട് ചെയ്യും. നമ്മൾ എന്തെങ്കിലും ഒരു ഇ-കൊമേഴ്സിൽ ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ക്യാഷ് ഫ്രീ പേയ്മെന്റ്സിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളിതിൽ 3ലും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കുറച്ച് ദിവസം കഴിയുന്നതിനിടയ്ക്ക് ഒരു 1 വീക്കിൽ എന്ത് ചെയ്യും, അവർ വിളിക്കും. അവർ വിളിച്ചിട്ട് നമ്മൾ KYC വെരിഫൈ ചെയ്യാൻ വേണ്ടി ഇടുമല്ലോ. അപ്പോൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി ഇട്ടതിന് ശേഷം എന്ത് ചെയ്യും, അവരെ കസ്റ്റമർ സപ്പോർട്ടിൽ നിന്ന് വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം കേൾക്കും. അപ്പോൾ അത് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ മലയാളത്തിൽ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഫോൺ പേയിൽ മലയാളത്തിലുണ്ട്. റൈസർ പേയിൽ തന്നെ ഇപ്പം എടുത്തല്ല, പണ്ടെടുത്തതാണ്, എനിക്ക് ഓർമ്മ പോലും ഇല്ല. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിലാണ് റൈസർ പേയിൽ സംസാരിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും, അവർ സെറ്റ് ചെയ്ത് തരും. എനിക്ക് റൈസർ പേയും ക്യാഷ് ഫ്രീയും പേയും ഇന്ത്യയല്ല,
ഫോൺ പേയും ഉണ്ട്. അപ്പോൾ ഇതിൽ എന്താ ഈ ഒരു 4 എണ്ണം ഈ പേടിഎം ഗേറ്റ് വേ ഇപ്പം നോക്കണ്ട. ഇപ്പം നമ്മുടെ ഷോപ്പിഫൈയിൽ ഇത് അവൈലബിൾ അല്ല. ബാക്കി 4 എണ്ണം നിങ്ങൾ ചെക്കൗട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഏതാണ് കിട്ടുന്നത് വെച്ച് ട്രൈ ചെയ്യുക. കിട്ടിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ക്യാഷ് ഓൺ ഡെലിവറി എന്താ ട്രൈ ചെയ്യുക. നമുക്ക് ഇന്ത്യയിൽ അങ്ങനെ പ്രീപെയ്ഡ് ഓർഡേഴ്സ് വലിയ രീതിയിൽ വരുത്തൊന്നുമില്ല. നമ്മുടെ ബ്രാൻഡിൽ അത്രയും ട്രസ്റ്റും കാര്യങ്ങളൊക്കെ വന്നാലും എന്ത് ചെയ്യത്തുള്ളൂ, അത്രയും പ്രീപെയ്ഡ് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. അത്രയും ട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു കമ്പനി ഡീറ്റെയിൽസ് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ കമ്പനി ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കമ്പനി ഡീറ്റെയിൽസ് എടുത്തിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു പേയ്മെന്റ് ഗേറ്റ് എടുക്കുക. കമ്പനി ഡീറ്റെയിൽസ് വെച്ചിട്ട് തന്നെ ഒരു പേയ്മെന്റ് ഗേറ്റ് എടുക്കുക. ഈ 4 എണ്ണത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കമ്പനി ഡീറ്റെയിൽസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പേയ്മെന്റ് ഗേറ്റ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് പേയ്മെന്റ് ഗേറ്റ്വേനെ പറ്റി പറയാനുള്ളത്. പേയ്മെന്റ് ഗേറ്റ് വയ്ക്കുന്ന സമയത്ത് പ്രീപെയ്ഡ് ഓർഡേഴ്സിൽ എത്രയാണ് ആ ഒരു ഓർഡറിന്റെ റേറ്റ്, അതിന്റെ 2% അവർക്കായിരിക്കും പോകുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഷോപ്പിഫൈ പേയ്മെന്റ് ഗേറ്റ്വേയിൽ വരുന്നത്. ഈ റേസർ പേ, ക്യാഷ് ഫ്രീ പേയ്മെന്റ്സ്, പേയു ഇന്ത്യ, ഫോൺ പേ എന്നൊക്കെ പറഞ്ഞ് ഡയറക്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ലോഗിൻ ചെയ്യാനുള്ള വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ പേയ്മെന്റ് ഗേറ്റ്വേസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പേയ്മെന്റ് ഗേറ്റ്വേ ഏത് സെലക്ട് ചെയ്യണമെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് എടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. പേയ്മെന്റ് ഗേറ്റ്വേ ഇല്ലാതെ തന്നെ നമുക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പേയ്മെന്റ് ഗേറ്റ്വേ കിട്ടുന്നവരാണെങ്കിൽ അത് വെക്കുക, അല്ലാത്തവരാണെങ്കിൽ എന്താ ക്യാഷ് ഓൺ ഡെലിവറി വെച്ചാൽ ട്രൈ ചെയ്യുക. അത്യാവശ്യം നല്ല രീതിയിലുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ക്യാഷ് ഓൺ ഡെലിവറി ആകുമ്പോൾ നമ്മൾ പേടിക്കുന്നുണ്ടാവും, നമുക്ക് റിട്ടേൺ വരുമോ അങ്ങനെയുള്ള പേടിയുണ്ടാവും. പക്ഷെ അതൊക്കെ മാറ്റാനുള്ള ട്രിക്സും ടിപ്സും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ ഒരു 50% നമ്മൾ ആൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ്. ഓക്കെ,